ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഹലീമാണ്. ഇതൊരു ഹൈദരാബാദി വിഭവമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അൽസ പോലെ തന്നെയാണ്, പക്ഷേ സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് അൽസയേക്കാളും കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അൽസയേക്കാളും ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസി ആയിട്ട് നെയ്യോട് കൂടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ ഹലീം ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഷാജീര, ഇതിന് സാജീരകം എന്നൊക്കെ പറയാറുണ്ട്, ഷാജീര ഇതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാരവേ സീഡ്സ് അല്ലെങ്കിൽ ഷാജീര എന്നൊക്കെ പറഞ്ഞ് നമുക്കിത് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വരെ തന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 4 ഏലക്കായ ചേർക്കാം. 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ ചെറുപയർ പരിപ്പ്, 1 ടീസ്പൂൺ ചുവന്ന പരിപ്പ്, അതായത് മസൂർ ദാൽ, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന അൽസക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുന്ന ഗോതമ്പാണ്. ഇത് ഈ ഹലീം നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ പിന്നീട് ഈ സാധാരണ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നുറുക്ക് ഗോതമ്പ് എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അത് എടുക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഈ സാധാരണ മുഴുവനായിട്ടുള്ള ഗോതമ്പ് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ്. ഈ ഗോതമ്പ് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്കൊരു 7 ബദാം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഹലീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 400 ഗ്രാം വരെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ബോൺലെസ് ചിക്കനേക്കാളും എപ്പോഴും ഹലീമിനും അൽസക്കും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക ബോണോട് കൂടിയിട്ട് ചിക്കൻ ചേർക്കുമ്പോഴാണ്. ചിക്കൻ കൂടുതൽ വേണമെന്നുള്ളവർക്കൊരു 750 ഗ്രാം വരെയൊക്കെ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ആദ്യം ഒന്ന് സവാള ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരുന്നത്. ചെറുതാണെങ്കിൽ ഒരു 2 സവാള എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. മുഴുവൻ സവാളയും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വലിയ സവാള മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് കശുവണ്ടിയും കൂടി ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഹലീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് 1-2 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന്
ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. ഒരു കൈ നിറയെ മല്ലിയില അരിഞ്ഞത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് സവാള ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മൾ ഗോതമ്പും പയറുവർഗ്ഗങ്ങളൊക്കെ പൊടിച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. സാധാരണ പശുവിൻ പാലാണ്, തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ആദ്യം 2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചേർത്തിരിക്കുന്നത് 1 കപ്പ് പാലും 2 കപ്പ് വെള്ളവുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തിക്കായി മാറും. കാരണം നമ്മളിതിൽ ഗോതമ്പ് പൊടി ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി മാറും. അപ്പോൾ ഈ ഒരു പാകത്തിലൊന്നും ഒരിക്കലും നമ്മൾ വേവിക്കരുത്, പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. ഇതിൽ ധാരാളം വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും 3 കപ്പ് കൂടി വെള്ളം ചേർക്കുകയാണ്. മൊത്തത്തിൽ 5 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ലൂസായിട്ട് ഇരിക്കണം. കുറച്ച് തിക്കായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളിത് വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. കാരണം ഗോതമ്പ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിൻ്റെ കട്ടി കൂടിയിട്ട് അടിയിൽ പിടിക്കുന്ന ഒരു പരുവത്തിലാവും. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ നന്നായിട്ട് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിലിന് ശേഷം ഞാനിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 45 മിനിറ്റ്, അതായത് 3/4 മണിക്കൂർ ഇത് വേവിച്ചെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3/4 മണിക്കൂർ നമുക്കിത് വേവിച്ചെടുക്കാം. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിറ്റ് എടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഹലീം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വേവായി മാറിയിട്ടുണ്ട്. നമ്മളിതിൽ ധാരാളം വെള്ളം ചേർത്തതുകൊണ്ട് വെന്ത് വരുമ്പോഴേക്കും നല്ല പാകത്തിലായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിക്കൻ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ചിക്കൻ ഉടച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് വെന്തതുകൊണ്ട് ചിക്കൻ ഉടച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ഗോതമ്പ് നമ്മൾ പൊടിച്ചിട്ടാണല്ലോ ചേർത്തത്, അതുകൊണ്ട് ഗോതമ്പ് ഉടച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഗോതമ്പ് പൊടിക്കാതെയും ഈ ചിക്കൻ ഹലീം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയോ ചെയ്യേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത്. പൊടിച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് എളുപ്പമുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിൽ ചിക്കൻ്റെ എല്ലൊക്കെ വേറെ ആയിട്ടുണ്ടാവും. ആ എല്ലൊക്കെ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കാം. കഴിക്കുമ്പോൾ മാറ്റിയാലും മതി, കുഴപ്പമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് എല്ല് മാറ്റിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ല് മുഴുവൻ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 4-5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിലധികം നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഹലീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ മുഴുവനായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം.
ഒരു സൈഡിലായിട്ട് കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക്, അതായത് സവാള ചേർക്കാം. കുറച്ച് കശുവണ്ടി മുകളിൽ വെച്ച് കൊടുക്കാം. 2 ചെറുനാരങ്ങയുടെ പീസും കൂടി സൈഡിൽ വെച്ച് കൊടുക്കാം. ഈ ചെറുനാരങ്ങയൊക്കെ ചേർത്തിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മല്ലിയിലയും ചെറുനാരങ്ങയും ഫ്രൈ ചെയ്ത സവാളയും ഒക്കെ കൂടി ഒരുമിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആദ്യം ചെറുനാരങ്ങ എടുത്തിട്ട് മുകളിൽ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ച സവാളയും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ഈ ചിക്കൻ ഹലീം ഒന്ന് കഴിച്ചു നോക്കൂ. സൂപ്പറാണ്. അത്യാവശ്യത്തിന് എരിവും ചെറുനാരങ്ങയുടെ ചെറിയ പുളിയും ഒക്കെ ആയിട്ട് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഹലീമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് തക്കാരങ്ങളിൽ, അതായത് പാർട്ടികളിലൊക്കെ അൽസക്ക് പകരം ഇത് ഉണ്ടാക്കിയിട്ട് വിളമ്പാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടാവുകയും ചെയ്യും. കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്